ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ പേടിച്ച് മുട്ടുമടക്കി ഹമാസ്. 3 ബന്ദികളെ കൂടി ഇസ്രയേലിന് കൈമാറി. ബന്ദികളെ കൈമാറില്ലെന്ന് ആദ്യം നിലപാടെടുത്തെങ്കിലും നിലപാട് മാറ്റി ബന്ദികളെ മോചിപ്പിക്കുകയായിരുന്നു. ഒക്ടോബർ 7 ബന്ദികളാക്കിയ 3 പേരെ കൂടിയാണ് ഹമാസ് മോചിപ്പിച്ചത്. ഇസ്രയേൽ പൗരന്മാരായ എയർ ഹോൺ, സാഗുയി ഡെക്കൽ ചെൻ, സാഷ ട്രോഫാനോവ് എന്നിവരെയാണ് ഗാസയിലെ ഖാൻ യൂനിസിൽ വെച്ച് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത്. മോചിപ്പിച്ച ബന്ദികൾ ഇസ്രയേൽ തിരിച്ചെത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. പകരമായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന 360 പാലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയച്ചു. ബന്ദികളെ കൈമാറില്ലെന്നാണ് ഹമാസ് ആദ്യം നിലപാടെടുത്തത്. ഇതിനെതിരെ US പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. ബന്ദികളെ ശനിയാഴ്ച ഉച്ചയോടെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്നും ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേലും ഭീഷണിപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് അറിയിക്കുന്നത്. വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്നായിരുന്നു ബന്ദി കൈമാറ്റം. ഇതുപ്രകാരം 369 പാലസ്തീൻ തടവുകാർക്ക് പകരമായാണ് ഇസ്രയേലിൽ നിന്നുള്ള 3 ബന്ദികളെ കൈമാറുന്നത്. നേരത്തെ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ പാലിച്ചില്ലെന്നാരോപിച്ച് ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കിയിരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിലുള്ള ഉപകരണങ്ങൾ, കൂടാരങ്ങൾ, ഇന്ധനം, ചികിത്സയ്ക്കാവശ്യമായ സാമഗ്രികൾ എന്നിവ ഗാസയിലെത്തുന്നത് ഇസ്രയേൽ വൈകിപ്പിക്കുന്നു എന്നാണ് ഹമാസിന്റെ ആരോപണം. ഇതിന്റെ പേരിലാണ് ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് അവർ പറഞ്ഞത്. ശനിയാഴ്ച ഉച്ചയോടെ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. 2025 ജനുവരി 19 പ്രാബല്യത്തിൽ വന്ന കൈമാറ്റ കരാറിൽ ഇതുവരെ 21 ബന്ദികളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഹമാസിന്റെ തടവിലുള്ള കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടെ 22 ലക്ഷം പാലസ്തീനികളെ മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് ബദൽ പദ്ധതിയുമായി അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഹമാസിനെ ഒഴിവാക്കി രാജ്യാന്തര പങ്കാളിത്തത്തോടെ പദ്ധതി തയ്യാറാക്കാനാണ് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ബന്ദികളുടെ മോചനവേളയിൽ പ്രതിഷേധം നടത്തുന്നതിനെ വിമർശിച്ച് ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിയും രംഗത്തെത്തി. ഏറ്റവും ഒടുവിൽ നടന്ന ബന്ദികളുടെ മോചനവേളയിലും പാലസ്തീനികൾ തടിച്ചുകൂടി പ്രകടനം നടത്തിയിരുന്നു. ബന്ദികളുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന നീക്കത്തിനെതിരെ റെഡ് ക്രോസ് എതിർപ്പ് ആവർത്തിക്കുകയാണ്. മാന്യവും അന്തസ്സുള്ളതുമായ ബന്ദികളുടെ കൈമാറ്റം യാഥാർത്ഥ്യമാക്കണമെന്ന് റെഡ് ക്രോസ് വീണ്ടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണയും സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ സൈനിക ഉദ്യോഗസ്ഥരുടെ വിമോചനവേളയിലും സമാന പ്രശ്നം റെഡ് ക്രോസ് ഉന്നയിച്ചിരുന്നു. വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് അന്ന് അവരെ തിരിച്ച് ഇസ്രയേലിൽ എത്തിച്ചത്. യുദ്ധഭൂമിയിൽ ബഹുഭൂരിപക്ഷം രക്ഷാപ്രവർത്തനത്തിനും നേതൃത്വം നൽകുന്ന റെഡ് ക്രോസാണ് ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളെ ഏറ്റുവാങ്ങി ഇസ്രയേൽ സേനയ്ക്ക് കൈമാറുന്നത്.